കിച്ചണിൽ നമുക്ക് എപ്പോഴും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇന്ന് ഞാൻ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണിത്. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പൈസസ് ഒക്കെ നമ്മൾ ഈ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇതൊക്കെ നമ്മൾ കടലയൊക്കെ വേവിക്കുമ്പം മുഴുവനായിട്ടിടുന്നത് അതേപോലെയല്ലേ ഇട്ട് വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ പലപ്പോഴായിട്ട് നോക്കിയതാണ് ഇങ്ങനെ ഈ ഒരു സംഭവം എനിക്ക് വാങ്ങണം എന്ന് കേട്ടോ. നല്ല സൂപ്പർ സംഭവമാണിത്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഇത്. വളരെ ചെറുതായിട്ട്. പിന്നെ നമുക്ക് ടീ ബാഗ് വേണമെങ്കിൽ ഇതിലിടാം. അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മൾ റോസിൻ്റെ പെറ്റലില്ലേ, അതിട്ടിട്ട് റോസ് ടീ കുടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഓറഞ്ചിൻ്റെ തോൽ ഉണങ്ങിയിട്ട് ഞാൻ അങ്ങനെ ചായ ഇടാറുണ്ട് കേട്ടോ. അത് പൊടിച്ചിട്ട് ഇടും. അല്ലാതെ അതിങ്ങനെ അതിൻ്റെ കട്ടിയുള്ള തോൽ അങ്ങനെ ഇട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലിട്ടിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും നമുക്കതിലേക്കൂടെ നമ്മുടെ ചായയിലേക്കാകില്ല കേട്ടോ. നല്ല ഇതിൻ്റെ ആ ഒരു നെറ്റൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാണ്. നല്ല ഒട്ടും ഗ്യാപ്പില്ലാത്ത നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇതെനിക്കിഷ്ടമായി കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത് ഒരെണ്ണം. പിന്നെ അടുത്തത് എന്താണെന്ന് നോക്കാം. ഞാനിത് പൊട്ടിച്ചാണ് വെച്ചിരുന്നത്. അപ്പോൾ കവർ പൊട്ടിക്കുന്ന അത്രയും കൂടെ സമയം കളയണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. വീഡിയോ ലെങ്ത് കുറയുമല്ലോ. പിന്നെ ഇതെന്താ നമുക്ക് സവോളയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെയിലോ അല്ലെങ്കിൽ നമ്മുടെ കൈയൊന്നും നമുക്ക് കട്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഈ സംഭവം ഉപയോഗിക്കാം കേട്ടോ. നല്ല സംഭവം, നല്ല കനമൊക്കെ ഉള്ള സൂപ്പർ സാധനമാണ് കേട്ടോ ഇത്. കണ്ടോ, നല്ല വെയിറ്റൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇത്രയും വെയിറ്റൊന്നും ഉണ്ടെന്ന് വിചാരിച്ചില്ല. ഷാർപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തിയിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ തന്നെ ഇത് സവോളയിലേക്ക് ഇറങ്ങും. പിന്നെ നമുക്ക് കാക്കടി ഇതൊക്കെ നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് കണ്ടോ, നല്ല പോയിൻ്റാണ്. പിന്നെ ഇനി നമുക്ക് ഇത് ഞാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളോട് പറയാം കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു പേസ്റ്റ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു മോശമില്ലാത്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പിന്നെ സവോള ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് നമുക്ക് നമ്മുടെ വിരലൊന്നും പോകാതെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇങ്ങനൊരു ക്യാപ്പും ഉണ്ട്. സൂക്ഷിച്ചൊക്കെ നമുക്ക് എവിടെയെങ്കിലും എടുത്ത് വെക്കാനായിട്ടും നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് ഞാൻ കുറേ നാളായി നോക്കുന്നു, അങ്ങനെ മേടിച്ചാണ് കേട്ടോ ഇത്. പിന്നെ ഇനി അടുത്തത് നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇതെല്ലാം ഞാൻ കവർ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇതിതാ ഗാർലിക്ക് ക്രഷറാണ്. ഗാർലിക്ക് നമുക്ക് ഇതുകൊണ്ട് അമർത്തിക്കഴിഞ്ഞാൽ ഒരു ഹോളുണ്ടല്ലോ, അതിൽ കൂടെയാണ് വരുന്നത് ഇവർ കാണിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം കണ്ടോ, ഈ ഹോളിൽ കൂടെ ഇനി അകത്തേക്ക് വരും. അതിൽ നിന്ന് നമുക്കിങ്ങനെ എടുത്താൽ മതി എന്നാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. അത് എത്രത്തോളം ശരിയാകുമെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷേ ഇതെന്തായാലും നമുക്ക് ചതച്ചെടുക്കാനായിട്ട് ഇത് മതി. നല്ല വെയിറ്റാണ്, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതെല്ലാം അത് തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല ഫിനിഷിംഗ് ആണ്. നമ്മുടെ കയ്യിലും തട്ടും അവിടെയൊക്കെ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. ഷാർപ്പായിട്ടൊന്നും നിൽക്കുന്നില്ല, നല്ല ഫിനിഷിംഗ് ഉണ്ട്. പിന്നെ നല്ല വെയിറ്റാണ്. നമുക്ക് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം എന്തായാലും ചതഞ്ഞ് വരും. ഇനി ഇവർ പറയുന്നത് പോലെ ഇത് കട്ടായി വരുമെന്ന്, അതായത് ഇതിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ നന്നായിട്ട് ഇത് കട്ടായി വരുന്ന കണക്കാണ് കാണിക്കുക. കുഞ്ഞു കുഞ്ഞു ഹോളില്ലേ, അതിൽ കൂടെ ഇങ്ങനെ കട്ടായി വരുന്ന കണക്കാണ് കാണിക്കുന്നവർ അതിനകത്ത്. പക്ഷേ അങ്ങനെ വരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. എന്തായാലും ഇത് ചതഞ്ഞ് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഇതും ഫ്ലോപ്പ് ആകാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ. എന്നാലും നമുക്ക് നോക്കണം. പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല ഇതിൻ്റെ പിടിയൊക്കെ പ്ലാസ്റ്റിക് ആണെങ്കിൽ നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കണ്ടിട്ട് വലിയ വിഷയമില്ലാന്ന് തോന്നുന്നുണ്ട്. അതെനിക്കിപ്പോൾ ഈ വന്ന പ്രോഡക്റ്റ് ഒന്നും വളരെ ലോക്കലായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വലിയ വിലയൊന്നുമില്ല കേട്ടോ. വില എല്ലാത്തിനും ഞാൻ ഓർമ്മിക്കുന്നില്ല. ഞാൻ എല്ലാത്തിനും ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇത് ചായരിപ്പയാണ് കേട്ടോ. ഇതെന്താ സംഭവം എന്നറിയോ? എനിക്ക് എൻ്റെ ചായരിപ്പയൊക്കെ പഴയതായിട്ടുണ്ടായിരുന്നേ. കുറേയൊക്കെ ഇനി നെറ്റൊക്കെ ഇങ്ങോട്ട് അടഞ്ഞിട്ടുണ്ടാവുമല്ലോ. പക്ഷേ ഇപ്പം ഞാൻ ഈ സർജറി കഴിഞ്ഞതിന് ശേഷം പുറത്തോട്ടങ്ങ് പോയിട്ടുമില്ല. അപ്പോൾ എനിക്ക് വാങ്ങാനായിട്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പം ഓഫറാണ് കേട്ടോ. ഇതൊക്കെ ഓഫറാണ്. ഇത് 2 എണ്ണമാണ്. വളരെ വില കുറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കേട്ടോ, നെറ്റൊക്കെ നല്ല നൈസാണ്. അപ്പം ചെറിയ ഈ തരിയൊന്നും ഇതിലൂടെ വീഴില്ല കേട്ടോ. ഡബിൾ ലെയറാണ്. വളരെ ചെറിയ ഹോളുകളാണ്. അങ്ങനെ വിചാരിക്കുന്നു നല്ലതായിരിക്കും. ഒട്ടും തേയില നമുക്ക് ചായയിലേക്ക് വീഴില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്കത് ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. ചാൻസ് കുറവാണ്. വളരെ ചെറിയ നെറ്റാണ്, ഗ്യാപ്പില്ലാത്ത നെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണം.
ഞാനിതിൻ്റെ വില മറന്നു കേട്ടോ, എത്രയാണെന്ന് ഞാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുമിച്ച് ചെയ്തത് കൊണ്ട് തന്നെ മറന്നു. ഞാനതെല്ലാം കൊടുത്തേക്കാട്ടോ ഡിസ്ക്രിപ്ഷനും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കമൻറ്റായിട്ട് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടെണ്ണമായിട്ടായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഓഫർ ആയതുകൊണ്ട് എനിക്കിത് വേണമായിരുന്നു, ഞാൻ വാങ്ങാൻ വേണ്ടി നിന്നത് തന്നെ. പിന്നെ ഇത് നാരങ്ങ ഞെക്കിയില്ലേ, അതാണ് കേട്ടോ. സത്യത്തിൽ ഞാൻ ഈ ചായരിപ്പയും ഇതൊക്കെ ഞാൻ കടകളിൽ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. പുറത്ത് ഞാൻ പോകുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ടൊന്നും പോയില്ല. അപ്പോൾ എനിക്കിത് വേണമായിരുന്നു. എനിക്കൊന്നും ഉണ്ടായിരുന്നു ഇവിടെ. ഞാനിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറിയപ്പോൾ സംഭവം അവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അവരൊക്കെ എടുത്തിട്ട് എവിടേക്കോ, പിന്നെ അത് ഒരുപാട് പഴയതാകുകയും ചെയ്തു. ഇനി പൊട്ടി എങ്ങാനും പോയി കാണുമോ എന്നറിയത്തില്ല, സംഭവം അവിടെ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഓർഡർ ചെയ്ത കൂട്ടത്തിൽ ഇതും കൂടെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ അങ്ങ് വാങ്ങിയതാണ്. ഇത് ഓഫറല്ലാന്ന് എനിക്കത് അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട്. ഇതും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ. ഇത് നല്ല കനമൊക്കെ ഉള്ള നല്ല സംഭവമാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് ആ ഒരു താഴ്ഭാഗത്തുണ്ടല്ലോ, അത് കുറച്ചൊരു ഷാർപ്പായിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൈ സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് അരിയൊന്നും വീഴത്തില്ല കേട്ടോ. നാരങ്ങയുടെ അരിയൊന്നും വെള്ളത്തിലേക്ക് വീഴാതെ കിട്ടും നമുക്ക്. ഇത് ആ ഭാഗം കുറച്ച് ഷാർപ്പായിട്ടാണ്. അത് ചിലപ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കൈ മുറിയും. അപ്പോൾ വേറെ കുഴപ്പം, അതൊരു വലിയ പ്രശ്നമാവില്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷയം വരത്തില്ല. അറിയാതെ എങ്ങാനും ചിലപ്പോൾ നമ്മൾ ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കൈ തട്ടിയാൽ സാധ്യതയുണ്ട്. അങ്ങനെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിൽ ഒരെണ്ണം പോലും ക്വാളിറ്റി കുറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം ഞാൻ വിചാരിച്ചു ഈ സംഭവങ്ങളെല്ലാം തീരെ കനം കുറവായിരിക്കും വിചാരിച്ചു. പക്ഷേ അല്ല കേട്ടോ. എല്ലാത്തിനും നല്ല കട്ടിയുള്ള നല്ല സ്റ്റീലുമാണെന്ന് കണ്ടിട്ട് തോന്നി. നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ എന്തായിരിക്കും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇത്രയൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളും റെസിപ്പിയും ഒക്കെ ആയിട്ട് നമുക്ക് വരാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. താങ്ക്